ഓസ്ട്രേലിയക്കെതിരായ സിഡ്നി ടെസ്റ്റിലെ തോൽവി ടീം ഇന്ത്യൻ ആരാധകർക്ക് വലിയ നിരാശ തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. പരമ്പര സമനിലയിലാക്കി ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താനുള്ള അവസരമാണ് ടീം ഇന്ത്യ അവസാന ടെസ്റ്റിൽ കൈവിട്ടത്. രോഹിത് ശർമ്മയ്ക്ക് പകരം ജസ്പ്രീത് ബുംറയായിരുന്നു ടീം ഇന്ത്യയെ 5ാം ടെസ്റ്റിൽ നയിച്ചിരുന്നത്. എന്നാൽ ഒരിക്കൽ കൂടി ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് നിര പരാജയപ്പെട്ടപ്പോൾ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി തിരികെ എത്തിക്കുകയും ചെയ്തു. 5ാം ടെസ്റ്റിൽ തോൽവിയേറ്റു വാങ്ങിയതോടുകൂടി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ബർത്തിലേക്കുള്ള അവസാന പ്രതീക്ഷകളും ടീം ഇന്ത്യയെ സംബന്ധിച്ച് അവസാനിച്ചിരിക്കുകയാണ്. മത്സരത്തിന് ശേഷം തീർത്തും നിരാശയിൽ തന്നെയാണ് ഇന്ത്യൻ ആരാധകരും അതോടൊപ്പം തന്നെ BCCIയും. ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും വലിയ മാറ്റങ്ങൾ തന്നെയാണ് ടെസ്റ്റ് ടീമിൽ ഇനി വരാനായി പോകുന്നതെന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മൾ പരിഗണിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇന്ത്യയുടെ വമ്പൻ തോൽവിയിൽ പരിശീലകൻ ഗൗതം ഗംഭീറും കട്ടക്കലിപ്പിൽ തന്നെയാണ്. ഈ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ വലിയ മാറ്റമുണ്ടാകും. പ്രത്യേകിച്ച് 4ാം ടെസ്റ്റിൽ തോൽവിയേറ്റു വാങ്ങിയതിനു ശേഷം ഡ്രസ്സിംഗ് റൂമിൽ ഗംഭീർ കലിപ്പിൽ തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത്. സീനിയർ താരങ്ങൾ അവർക്ക് തോന്നുന്ന ഗെയിം കളിച്ച് അത് നാച്ചുറൽ ഗെയിമാണെന്ന് വരുത്തി തീർക്കുന്ന രീതി താൻ ഇനി ടീമിൽ തുടരാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഗൗതം ഗംഭീർ പങ്കുവച്ചിരുന്നു. 4ാം ടെസ്റ്റിൽ ഋഷഭ് പന്ത് മോശമായി കളിച്ചതിന് ഉൾപ്പെടെ ഗംഭീരയുടെ പോയിന്റ് ചെയ്താണ് സംസാരിച്ചത്. കോഹ്ലിയും രോഹിത് ശർമ്മയും നിറമങ്ങിപ്പോയപ്പോൾ 5ാം ടെസ്റ്റിൽ രോഹിത്തിനെ ഒഴിവാക്കാനും ഗംഭീർ മടിച്ചില്ല. സ്വാധീനങ്ങളിലൊന്നും വീഴാതെ നായകസ്ഥാനത്ത് നിന്നും രോഹിത്തിനെ മാറ്റി പകരം ജസ്പ്രീത് ബുംറയാണ് 5ാം ടെസ്റ്റിൽ നായകനായി ടീം ഇന്ത്യ പരിഗണിച്ചത്. രോഹിത് ശർമ്മയെ മാറ്റുന്നത് അനിവാര്യമായ നീക്കമാണോ എന്നതിലുപരി 5ാം ടെസ്റ്റിൽ വീണ്ടും ഒരു തോൽവിയിലേക്കാണ് ടീം ഇന്ത്യ നീങ്ങിയത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അമ്പേ നിറമങ്ങിപ്പോയതും പല സീനിയർ താരങ്ങളുടെ സ്ഥിരതയില്ലായ്മയും തീർച്ചയായിട്ടും ടെസ്റ്റ് ടീമിൽ വമ്പൻ അഴിച്ചുപണികൾക്കുള്ള വാതിൽ തന്നെയാണ് തുറന്നിടുന്നത്. ആദ്യ ടെസ്റ്റുകളിൽ മാത്രം ഫോമിലായ KL രാഹുലും ഇടയ്ക്ക് മാത്രം ഫോമിലേക്ക് ഉയർന്ന രവീന്ദ്ര ജഡേജയും ബൗളിംഗിൽ മോശം ആവറേജിലേക്ക് പോയ മുഹമ്മദ് സിറാജ് ഉൾപ്പെടെ ടെസ്റ്റ് ടീമിൽ ഇനി ആരെയൊക്കെ നിലനിർത്തണമെന്നുള്ള കാര്യം ഇവിടെ ടീം മാനേജ്മെന്റ് ശക്തമായി തന്നെ വിലയിരുത്തുകയാണ്. നേരത്തെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ അഭിവാജ്യ ഘടകമായ ചേതേശ്വർ പൂജാരിയും അജിൻക്യ രഹാനെയും ടെസ്റ്റ് ടീമിൽ നിന്ന് മാറിയതിനു ശേഷം തന്നെയാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ച് ടെസ്റ്റിൽ മോശം ക്രിക്കറ്റുകളുടെ ഒരുപിടി റെക്കോർഡുകൾ ഇന്ത്യയെ തേടിയെത്തിയത്. എന്നാൽ ലഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം അജിൻക്യ രഹാനെയെ ടെസ്റ്റ് ടീമിലേക്ക് ടീം ഇന്ത്യ മടക്കി കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ആഭ്യന്തര ടൂർണമെന്റുകളിൽ മിന്നും ഫോമിലാണ് 2024 അജിൻക്യ രഹാനെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ സ്ഥാനം താൻ അറിയിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രഹാനെയുടെ ഇന്നിംഗ്സുകളിൽ കാണുന്നത്. നേരത്തെ പൂജാരിയെ ടീമിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗംഭീർ BCCIയുമായി ചർച്ച നടത്തിയെങ്കിലും ഗംഭീറിന്റെ നീക്കത്തെ BCCI തള്ളിക്കളയുകയായിരുന്നു. ഹോം സീരീസിലുള്ള വാഷൌട്ടും ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര നഷ്ടവും ഉൾപ്പെടെ ഗംഭീറിന് വലിയ സമ്മർദ്ദങ്ങൾ തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അവസാന അവസരം എന്നുള്ള രീതിയിൽ ഗംഭീറിന്റെ അഭിപ്രായങ്ങൾ ഇവിടെ ടീം മാനേജ്മെന്റ് പരിഗണനയ്ക്ക് എടുത്തേക്കും. അതേപോലെ T20യിൽ മികവ് തെളിയിക്കുന്ന താരങ്ങളെ ടെസ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും അടുത്തതായി ടീമിന്റെ ഭാഗത്തു നിന്നും കാണുന്നുണ്ട്. സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, സായ് സുദർശൻ എന്നിങ്ങനെ T20യിൽ കളിച്ചിട്ടുള്ള താരങ്ങളും അതോടൊപ്പം തന്നെ ആഭ്യന്തര ടൂർണമെന്റുകളിൽ റെഡ് ബോൾ ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങളും പുറത്തെടുത്തിട്ടുള്ള താരങ്ങളെ ടെസ്റ്റിന്റെ ഭാഗമാക്കാനുള്ള ഒരു നീക്കവും ഇനി ടീമിന്റെ ഭാഗത്തു നിന്നും കാണുമെന്നുള്ള റിപ്പോർട്ടുകളും ശക്തമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.